നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 25 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശുവോട് എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബേഥാന്യ യെരുശലേമിന് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം കേൾക്കും എന്ന് ഞാൻ അറിയുന്നു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരിക്കും. എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ. കർത്താവായ യേശുക്രിസ്തു ലാസറിന് ദീനം പിടിച്ചു എന്നറിഞ്ഞ് ഉടൻ തന്നെ ആ വീട്ടിലേക്ക് വന്നില്ല. തൻ്റെ സർവജ്ഞാനത്തിൽ യേശുവിന് അറിയാമായിരുന്നു ലാസർ ദീനം പിടിച്ചു മരിക്കുമെന്ന്. മരിച്ചു കഴിഞ്ഞും യേശു ഉടനെ പുറപ്പെട്ടില്ല. ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ മരണം നന്നായി നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ എന്നാണ്. യേശുക്രിസ്തുവിന് ഈ യോർദാനക്കരെ നിന്ന്, ഈ ഗിലെയാദ് ദേശത്ത് നിന്ന് ഈ ബഥാന്യയിൽ എത്തണമെങ്കിൽ 2 ദിവസത്തെ വഴിയുണ്ട്. ഈ ഗിലെയാദ് ദേശത്ത് നിന്ന് യോർദാൻ കടന്നിട്ട് യെരിഹോവിൽ എത്തി ആണ് ഇസ്രായേൽ ഈ കനാൻ നാട് പിടിച്ചെടുത്തത്. ഇപ്പോൾ യേശുവും ഗിലെയാദ് ദേശത്ത് നിന്നും യോർദാൻ അക്കരെ കടന്നിട്ട് യെരിഹോ കഴിഞ്ഞിട്ട് വേണം യെരുശലേമിന് അടുത്തുള്ള ഈ ബഥാന്യയിൽ എത്താൻ. യേശു വന്ന വഴിക്ക് സക്കായിയുടെ വീട്ടിലാണ് കഴിഞ്ഞത് എന്നാണ് പണ്ഡിതമതം. യേശു സക്കായിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അപ്പോൾ ഇത് ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന വഴിക്ക് ഈ 2 ദിവസം വഴി ദൂരത്തിൽ 1 ദിവസം യേശു ഈ സക്കായിയുടെ വീട്ടിലാണ് കഴിഞ്ഞത് എന്ന് കരുതപ്പെടുന്നു. യേശു അവിടെ ചെന്നപ്പോഴേക്കും 4 ദിവസമായി. അപ്പോൾ യഹൂദന്മാർ ഒരാൾ മരിച്ചാൽ അന്ന് തന്നെ ശവസംസ്കാരം നടത്തും. പൊതുവെ ഗുഹയിൽ കൊണ്ടുവന്നാണ് തുണി ചുറ്റി വയ്ക്കുന്നത്. മുകളിലൊരു കല്ലും എടുത്ത് അടയ്ക്കും. യേശു ആ ഗ്രാമത്തിന് വെളിയിൽ വന്നപ്പോഴേക്ക് തന്നെ ആളുകൾ അറിഞ്ഞു. അപ്പോൾ മാർത്ത ഓടിച്ചെന്ന് യേശുവിനെ എതിരേറ്റു, സ്വീകരിച്ചു. മാർത്തയോട് യേശു പറഞ്ഞ ആശ്വാസ വാക്കുകളാണ് നാം ഇവിടെ കേട്ടത്. യേശു ഉറപ്പായിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ മാർത്ത പറഞ്ഞത്, ഒരു നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും ഉയർക്കുന്ന കൂട്ടത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അല്ലെങ്കിൽ മനുഷ്യനെ പുനരുദ്ധരിപ്പിക്കുന്ന ആള്, മരിച്ച മനുഷ്യരെ ഉയർപ്പിക്കുന്ന ആള് ഞാനാണ് എന്ന് മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയുമില്ല. അതായത് മനുഷ്യന് ശാരീരികമായി ഉയർപ്പിക്കാൻ എനിക്ക് കഴിയും. അന്ത്യനാളിൽ സംഭവിക്കും. ഇവിടെയും അത് സംഭവിക്കും. എന്നാൽ അതിനേക്കാൾ വലിയൊരു ഉയർപ്പുണ്ട്. മനുഷ്യൻ്റെ ആത്മീക ഉയർപ്പ്. മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കാൻ, പുതിയൊരു ജന്മം മനുഷ്യന് നൽകാൻ, പുതിയൊരു ജനനം, പുതിയൊരു ജീവിതം മനുഷ്യന് നൽകാൻ എനിക്ക് കഴിയും. ആ ആളാണ് ഞാൻ. നീ അത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവേ, ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവപുത്രൻ മശിഹ ക്രിസ്തു നീയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാർത്ത പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചത് താൻ ഭാവിയിൽ മരിച്ചവർ ഉയർപ്പിക്കും
എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ആ ഒരു ധാരണ യഹൂദന്മാർക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതായത് ഒരു നാൾ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരറിവ് യഹൂദന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാത്മീക ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ സൃഷ്ടിയായി തീരുക, വീണ്ടും ജനിക്കുക, അങ്ങനെ ഒരു കാര്യം പൊതുവെ യഹൂദന്മാർക്ക് അജ്ഞാതമായിരുന്നു. കാരണം പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, ആത്മാവിനെ ജനിക്കണം എന്നൊക്കെ നീക്കോദീമോസ് എന്ന യഹൂദന്മാരുടെ ഉപദേഷ്ടാവിനോട് യേശു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല. യേശു ചോദിക്കുകയും ചെയ്തു, യഹൂദന്മാരുടെ ഉപദേഷ്ടാവ് ആയിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? മരണശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും, നിത്യകാലം സ്വർഗത്തിൽ കഴിയാനായിട്ട് കഴിയും എന്നൊക്കെ യഹൂദന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് പൊതുവെ ആ അറിവ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് തന്നെ ഒരാത്മീക ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യനുണ്ടാകും എന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. യേശു ആ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിക്കുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചെന്നിൽ വിശ്വസിക്കുന്നവൻ ശാരീരികമായി മരിക്കുകയില്ല എന്നുള്ളതല്ല, ഞാൻ നൽകുന്ന ആത്മീക ജീവൻ ലഭിച്ച ആളുകൾ മരിച്ചാലും ജീവിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശരീരം ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ, എന്നാൽ അവരുടെ ജീവിതം പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് യേശു അർത്ഥമാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ഉയർപ്പിക്കുക എന്നുള്ളത് ആ വീട്ടുകാരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ കാര്യം അവരുടെ ആത്മീകമായ ഉയർപ്പാണ്. അവർക്ക് ഒരു ആത്മീയ ജീവിതം ഉണ്ടാകുന്നതാണ്. ആ സത്യം അവിടെ കൂടി വരുന്ന ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ഭാവി തലമുറയെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് യേശു ഇങ്ങനൊരു അവകാശവാദം ചെയ്തത്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാലും ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു നാൾ സകല മനുഷ്യരെയും ഉയർപ്പിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഇവിടെ വെച്ച് തന്നെ മനുഷ്യന്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ ജന്മം നൽകാൻ, ആത്മീക ജീവിതം നൽകാൻ എനിക്ക് സാധിക്കും. അതിനാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്ന് ഇവിടെ യേശു തെളിയിക്കുകയായി. യേശു ഇവിടെ വന്നത് ഉപദേശം പറയാനാണ്. നല്ല സന്മാർഗോപദേശങ്ങൾ, ധാർമ്മിക ഉപദേശങ്ങൾ ഒക്കെ പറയാനാണ് എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യേശുവിൻ്റെ ഉപദേശം മറ്റു ഗുരുക്കന്മാരിൽ നിന്നൊക്കെ വിഭിന്നവും പ്രത്യേകതയുള്ളതുമായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, യേശു നിലവിലുണ്ടായിരുന്ന ഉപദേശങ്ങളുടെ മീതെ കുറെ കൂടെ ഉപദേശം നൽകി അവരുടെ തോളിൽ കുറെ കൂടെ ഭാരം നൽകാൻ വന്നവനല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഒരാത്മീക ജീവിതം, ദൈവത്തിന് പ്രസാദമുള്ള ഒരാത്മീയ ജീവിതം കഴിക്കാൻ പറ്റിയ ഒരു ഘടനാവിശേഷത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ, പുതിയ സൃഷ്ടികളാക്കി നമ്മളെ മാറ്റാൻ ഉള്ള എല്ലാ ശക്തിയും കൃപയും നൽകാനാണ്, അല്ലെങ്കിൽ നമ്മളെ പുതിയ സൃഷ്ടികളാക്കാനാണ് സൃഷ്ടാവായ ദൈവം മനുഷ്യനായത് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കണം. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.